അത് ഞാൻ കുറേ ദിവസമായിട്ട് പനിയായിട്ട് ഞാൻ ലീവ് ചെയ്യുന്നേ. അപ്പോൾ അന്നത്തെ ഞാൻ നോട്ട്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയിരുന്നു. സാറിൻ്റെ തന്നെയാണ്, ഗണിതത്തിൻ്റെ തന്നെയാണ്. ആ എഴുതുമ്പോൾ ബാക്കിൽ കൂടെ വന്നിട്ട് അടിച്ച് ചൂരലേറ്റ്. ആ അത് ഞാൻ അങ്ങനെ വെക്കുമ്പോൾ അടിച്ച്. അപ്പം എൻ്റെ കൈമത്തെ പേനയും ബുക്കും ഇതൊക്കെ തെറിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ ഉണ്ട് ഒരു കറുത്ത പാടായിട്ട് വന്നേ. പിന്നെ എനിക്ക് കൈയായിട്ട് ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ടീച്ചറാണ് വാരിയൊക്കെ തന്നത്. എനിക്കാണെങ്കിൽ ചോറൊന്നും തിന്നാൻ പറ്റില്ല. ഇങ്ങനെ വിറച്ചിട്ട് പറഞ്ഞിരുന്നില്ല കാര്യങ്ങള്. ആ പറഞ്ഞിരുന്നു. എന്താ ശരിക്കും സംഭവിച്ചെന്താ? സംഭവിച്ച മാഷ് ഒരു 12:30 ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് വിളിക്കണത്. ഇങ്ങനെ മോള് കരയാണ് പിന്നെ എന്നാണ് കേട്ടോ. അപ്പം ഞാൻ കരയാനിപ്പോൾ എന്താ ഉണ്ടായി? അപ്പോൾ അവൾക്ക് പനി ആയിട്ട് 3 ദിവസം ലീവ് ആയതുകൊണ്ട് ഇന്നാണ് വിട്ടത്. അപ്പം എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് പോയത്. ഇനി പനി കൂടിയ വേറെ എന്തെങ്കിലും വയ്യായ വന്നോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ് വന്നത്. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ചെറുതായിട്ടായിരുന്നു അടിച്ച്. അപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്, ഓൾ കരച്ചിൽ നിർത്തണില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓള് ഇവിടെ ചെറിയ കുട്ടിയാണ്, എന്തൊക്കെ അങ്ങനെ ഒരു കരച്ചിലൊന്നും ഓൾ കരയിലില്ല, ചെറിയ വേദന ആയാലും ഒന്നും കരയിലില്ല. ഇതിപ്പോൾ ഇങ്ങനെ കരച്ചിൽ കരയാൻ മാത്രം എന്തൊക്കെ ഉണ്ടായി സാറാന്? ഇല്ല ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല, ഓൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഞാൻ അടിച്ചതാണ്. അപ്പം മോൾ 3 ദിവസമായിട്ട് ക്ലാസ്സിൽ ലീവ് ആയിരുന്നു. ഇന്നാണ് ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും എഴുതുന്ന എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ്സിൽ നടക്കുന്ന കാര്യം അതുകൊണ്ട് എനിക്ക് വിശദമായിട്ടൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ ഇവളെടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവള് സംസാരിക്കണില്ല, ഒന്നും പറയണില്ല. അപ്പോൾ എനിക്ക് ആകെ ബേജാറായി. അപ്പോൾ ഒരു 12:30 ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് സ്കൂളിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ ജുമാൻ്റെ സമയത്തുകൊണ്ട് വണ്ടികളൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ മാഷ് കട്ടാക്കി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക, കുറച്ച് നേരം കൂടി ഞാൻ സംസാരിച്ച് നോക്കട്ടെ പറഞ്ഞിട്ട് പിന്നെ മാഷ് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച്. അപ്പോൾ അവൾ കരയന്നെയാണ് തന്നെ. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇവളെ ക്ലാസ് ടീച്ചർ കാവ്യ ടീച്ചറും കാവ്യ ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞ് കൈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നീര് മാതിരി ഉണ്ട്, അവൾക്ക് കൈ ഒന്നും ഇതാക്കാൻ കഴിയില്ല, ഇപ്പോൾ നിങ്ങൾ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇപ്പോൾ ഈ വണ്ടി കിട്ടാത്തൊരു സമയം, വണ്ടി കിട്ടുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് വരാം, വണ്ടി ജുമാ നേരം ആകുമ്പോൾ എല്ലാവരും പള്ളിയിൽ പോയ സമയത്തോട് നമുക്കൊരു വണ്ടി കിട്ടാൻ പാകല്ലേ ടീച്ചർ, ഞാൻ അങ്ങോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ വരാമെന്നാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും ടീച്ചർ ഇങ്ങോട്ട് വിളിക്കുക, അവൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിരിക്കണം. അപ്പോൾ ടീച്ചർ ഞാൻ വാരി കൊടുത്തൊക്കെ കയ്യോ വേദനയ്ക്കുണ്ടെന്നാണ് പറയണത് തന്നെ. അങ്ങനെ ഞങ്ങൾ ജുമാൻ്റെ ഒക്കെ പിരിഞ്ഞതിന് ശേഷം ഒരു അടുത്തുള്ളൊരു വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് മാഷ് ഇങ്ങോട്ട് വിളിക്കുന്നത്, ക്ലാസ് ടീച്ചർ ഇങ്ങോട്ട് വിളിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടി വരേണ്ട, ഞങ്ങളാണ്ട് വരുന്നുണ്ട്, ഓള് കൈ ഭയങ്കര വേദന എന്നാണ് പറയണത്. ക്ലാസ് ടീച്ചർ ഉൾപ്പെടെയാണോ കുട്ടീനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയത്? ആ ക്ലാസ് ടീച്ചറും ഈ മാഷും കൂടിയാണ് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ അതുവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കൈ നോക്കുമ്പോഴാണ് ഈ ഭാഗം ആകെ കരുവാളിച്ച് കിടക്കണതോ വീങ്ങിക്കണം ഇങ്ങോട്ട്. അപ്പോൾ തന്നെ ഞാൻ ഈ മാഷോട്, അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മാഷാണ് അടിച്ചത്, ഞാനാണ് അടിച്ചത്. അപ്പോൾ അപ്പം തന്നെ മാഷോട് ചോദിച്ചു, മാഷ് ഇത്ര വീക്കം വരാൻ ഇങ്ങനെ കരുവാളിക്കാൻ മാത്രം മാഷ് എന്തടിയാണ് അടിച്ചത്? ഇതിപ്പോൾ നല്ലോണം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസ് ഉണ്ടല്ലോ. അപ്പം അത് അങ്ങനെയൊന്നുമില്ല, അത്രയ്ക്കൊന്നും ഇല്ല. അതപ്പോൾ എന്തായാലും വീക്കുണ്ട്, ഇനി കൈക്ക് എല്ലിന് എന്തെങ്കിലും പൊട്ടുണ്ടോയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ മാഷ് എന്നാൽ ഞാൻ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അവൻ ഇത്രയും നേരമായിട്ട് മാഷ് ചെയ്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് അവൾ അച്ഛൻ പണിക്ക് ചെയ്താണോ അച്ഛപ്പോൾ വരും, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എന്താ പറയുന്നത് അനുസരിച്ച് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാഷ് കയ്യിന് നല്ല പരിക്കുണ്ട് അല്ലേ? കയ്യിന് പൊട്ടുണ്ട്. ആ ഞാൻ ജോലിക്ക് പോയിരുന്നു, ഞാൻ എത്തിയപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ. ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഇത് അറിയണത്. ഇനി എൻ്റെ മോൾക്ക് ഇത് പറ്റി, ഇനി വേറൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കരുത്. ചൂരിൽ കൊണ്ടുപോകാൻ ക്ലാസ് റൂമിൽ പാടില്ലല്ലോ. ഇങ്ങനെ അടിച്ചിട്ട് കയ്യിൻ്റെ എല്ല് പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര വിഷമമുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഈ മാഷന്മാരെ പരിചയപ്പെടാൻ കുട്ടിക്ക് നല്ല പഠിക്കും ചെയ്യും. ആ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ഫുൾ മാർക്കുണ്ട് ക്ലാസ് പരീക്ഷ എടുത്തപ്പോൾ. ഇനി വളരെ വിഷമമായി പോയി ഇത് കേട്ടപ്പോൾ. ഇവള് ലീവായതുകൊണ്ട് ഇവളെ പഠിച്ച അത്രയും മാർക്ക് മേടിച്ച വിഷയത്തിന്റെ പേപ്പർ ഞങ്ങൾ ഇവളെ ക്ലാസ് പഠിക്കുന്ന തൊട്ട അയൽഭാഗത്തുള്ള കുട്ടിയെ കൊണ്ടുവന്നത്. ഇവള് 3 ദിവസമായിട്ട് ലീവായതുകൊണ്ട് ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ട് ഫുൾ മാർക്കാണ് ആ വിഷയത്തിൽ. മാഷ് ഒന്ന് സംസാരിച്ചിട്ട് കുട്ടികളെ എന്താ ചെയ്യണം നോക്കിയിട്ടല്ലേ നമ്മൾ മക്കളെ ശിക്ഷിക്കല്. ഇതൊന്നും ഇല്ലാതെ അങ്ങനെ ശിക്ഷിക്കും നമ്മള്. മാഷ്മാര് ശ്രദ്ധിക്കുന്നുള്ള വിശ്വാസത്തിൽ വേണം ഇനി ഇങ്ങനെ ഒരു കുട്ടീനോടും പെരുമാറിയത്. നമ്മള് ശിക്ഷിക്കുന്ന കുട്ടികളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലേ ചെയ്യാ. അധ്യാപകനെതിരെ കർശനമായ നടപടിയെടുക്കണം. അത് സ്കൂൾ അധികൃതർ ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കണം. അതുപോലെ നിയമപാലകരും ഈ അധ്യാപകനെതിരെ കർശനമായ നടപടിയെടുക്കുന്നതാണ്. അതെ, ഞാൻ കുട്ടിയുടെ പ്രദേശത്തുള്ള വാർഡ് മെമ്പറാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഒന്നാമത്. രണ്ടാമത് ഈ അധ്യാപകർ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള അധികാരം ആരാ നൽകിയെന്നുള്ളത്. ഗവൺമെൻറ് ഒരു ഓർഡർ ഉണ്ട്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വടിയെടുത്ത് അടിക്കരുതെന്നുള്ളത്. അവരെ ശിക്ഷിക്കാനുള്ള അധികാരം ഒരു അധ്യാപകനും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്.
അത് മാത്രമല്ല അധ്യാപകൻ ചെയ്തതെന്താണ്, വീട്ടുകാരെ വിവരം അറിയിച്ച് അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. കുട്ടിയുടെ കൈ വീങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് പകരം വീട്ടിൽ കൊടുന്നാക്കുക ചെയ്യുന്നത്. ഇങ്ങനെ അധ്യാപകർ ഇതുപോലുള്ള കുട്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവരെ പൊതുസമൂഹത്തിൽ ഇവരെ ഈ സ്കൂൾ അധികൃതർ സൃഷ്ടിച്ച് മാതൃകയാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അധികൃതർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാവാത്തത് വലിയ വീഴ്ചയാണ്. വളരെ വലിയ വീഴ്ചയാണ് ഈ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ ക്രൂരമായ ഒരു കാര്യമാണ്. കാരണം 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ കയ്യ് ചൂരൽ വടി ഉപയോഗിച്ചാണ് ഒടിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അധ്യാപകർക്ക്. ചൂരൽ വടിയെടുത്ത് കുട്ടികളെ അടിക്കാനോ ക്ലാസ് റൂമിൽ പോലും ചൂരൽ വടിയെടുത്ത് പോകരുത് എന്ന് ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം അധ്യാപകർ സമൂഹത്തിനൊരു മാനക്കേടാണ്. ഇവരെ അധ്യാപകരെന്ന് വിളിക്കാൻ പോലും ലജ്ജ തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ ബൽരാജ് എന്ന് പറയുന്ന അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇത്തരമൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ആ സ്കൂളിലെ മറ്റു രക്ഷിതാക്കൾ അവരുടെ കുട്ടികൾക്കും ഇതുപോലുള്ള സംഗതികളുള്ളതായി നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥിരം സംഭവമാണ്. ഇയാൾ പെൺകുട്ടികളെ, ചെറിയ കുട്ടികളെ ദ്രോഹിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോയാണ് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ഇതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെയും ചൂരൽ വടി ഉപയോഗിച്ച് ഇദ്ദേഹം അടിച്ചതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളിത് നിയമപരമായി നമ്മൾ കേസാക്കാൻ വേണ്ടി ഇൻറ്റിമേഷൻ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ്റെ ഒക്കെ തന്നെ ചൈൽഡ് ലൈനുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഏതറ്റം വരെയും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകും. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ തന്നെ ശ്രദ്ധയിൽ ഈ വിഷയത്തെ കൊണ്ടുവന്ന് ഈ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇയാൾ മാത്രമല്ല, ഈ അധ്യാപക സമൂഹത്തിന് തന്നെ മാനക്കാടായി നിൽക്കുന്ന ഇയാളെപ്പോലുള്ള അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.